റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബിജെപിയുടെ സീൽ. ഈ മാസം 21-ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചുള്ള 2019 കത്തിലാണ് ബിജെപി സീൽ പതിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരമാണ് ബിജെപി സീൽ വന്നത്. പിഴവ് സംഭവിച്ചതാണെന്നും തിരുത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നതും ബിജെപി ആണോ എന്ന് CPIM വിമർശിച്ചു. റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. CPIM അടക്കം ഇതിപ്പോൾ ആയുധമാക്കി തുടങ്ങുന്നുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? സംഭവിച്ചത് എന്താണ്? റോഷ്നി, ഈ മാസം 22-ന് ഉച്ചയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇമെയിൽ സന്ദേശം സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇമെയിൽ സന്ദേശം ലഭിച്ചിരുന്നു. ഇമെയിൽ സന്ദേശത്തിൽ ഓർമ്മിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച ചില ചട്ടങ്ങളാണ്. അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്, അത് പൊതുയിടത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് 2019-ൽ ഇറങ്ങിയ ചട്ടം, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഇമെയിൽ, ആ ഇമെയിൽ സന്ദേശത്തിനൊപ്പം അറ്റാച്ച് ചെയ്ത 2019-ലെ കത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സംസ്ഥാന ഘടകത്തിന്റെ, കേരള ഘടകത്തിന്റെ സീലാണ് പതിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്താണ്. 2019-ൽ ആ കത്ത് പുറത്തിറങ്ങിയതാണ്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ കത്തിലെ കാര്യങ്ങൾ, ചട്ടങ്ങൾ ബാധകമാണെന്ന് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറത്തിറക്കിയ ആ ചട്ടത്തിന്റെ പകർപ്പ് കൂടി ഉൾപ്പെടുത്തുന്നു. പക്ഷേ ആ പകർപ്പിൽ BJPയുടെ സീലാണുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലല്ല എന്നതാണ് ഈ കത്ത്, ഇമെയിൽ സന്ദേശം വിവാദമാകാൻ കാരണമായിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ദേശീയ തലത്തിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും അടക്കം CPIM അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ചട്ടുകമാണെന്നാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നു. ആ കത്തിൽ വന്നിരിക്കുന്ന പിഴവിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും വരുന്നുണ്ട്. അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, സാങ്കേതികപരമായ ചില പിഴവുകളാണ്. ഈ കത്തിൽ അറ്റാച്ച് ചെയ്ത ഈ ലെറ്ററിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ കത്തിൽ ഇത്തരത്തിൽ സീലുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ആദ്യ വിശദീകരണം വരുന്നത്. ആ പിഴവ് പിന്നാലെ തിരുത്തിയിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് തിരുത്തിയിരുന്നു. ഏതായാലും അത് നേരത്തെ തന്നെ തിരുത്തപ്പെട്ടതാണെന്ന് പറയുന്നു. എന്നാലും ഇതിനെതിരെ ഗൗരവത്തോടെ തന്നെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരികയാണ്. വരും മണിക്കൂറുകളിൽ അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറെ വൈകാതെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഇമെയിൽ സന്ദേശമാണ്. ആ ഇമെയിൽ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്താണ്. അത് ചട്ടങ്ങളാണ്. ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട, മത്സരിക്കുന്നവരുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ കത്താണ്. ആ 2019-ൽ പുറത്തിറക്കിയ ചട്ടങ്ങൾ ഉൾപ്പെടുന്ന ആ കത്ത്, ആ കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം സംസ്ഥാനത്തെ BJP ഘടകത്തിന്റെ സീൽ, താമര ചിഹ്നമുള്ള സീൽ പതിച്ചിരിക്കുന്നത് എന്നാണ് ഞെട്ടിക്കുന്നത്. അതിൽ വിശദീകരണം വന്നെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM കോൺഗ്രസ് അടക്കം രംഗത്ത് വരികയാണ്. റോഷ്നി, നോക്കൂ റോഷിവാൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളിലും അത്രത്തോളം ശ്രദ്ധ പുലർത്തി ചെയ്യേണ്ടുന്ന തരത്തിലുള്ളതാണല്ലോ ചട്ടങ്ങളടക്കം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു സാധാരണയായി സംഭവിച്ച ഒരു പിഴവാണെന്ന് കരുതാൻ വയ്യ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീലാണ്, അതും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതും ഇത്രത്തോളം വിവാദങ്ങൾ നിലനിൽക്കുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്. അതിൽ ഇപ്പൊ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം കണ്ടിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ യാത്രകളും രാഹുൽ ഗാന്ധി നയിച്ചിട്ടുള്ള ആരോപണങ്ങളും യാത്രകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർ നേരിടുന്ന പരാതികളും ആരോപണങ്ങളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഇത് തിരുത്തി എന്ന് പറഞ്ഞാലും അത് അവിടെ തീരുന്നില്ല.
റോഷ്നി, എങ്ങനെയാണ് ഇത് ഗുരുതരമായ പിഴവാണ്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക സീലാണെങ്കിൽ ഇത്തരത്തിൽ വിവാദമാകില്ല. കാരണം രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന ഘടകത്തിന്റെ സീൽ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സീൽ, ഒരു സ്റ്റാമ്പ് ഉണ്ടാകേണ്ട, ഔദ്യോഗികമായുള്ള സീൽ ഉണ്ടാകേണ്ട ഒരു ഇടത്താണ് ഈ BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ സീൽ. അതെങ്ങനെ വന്നു എന്നതിന് വരുന്ന ആദ്യ വിശദീകരണം, ഈ BJP സംസ്ഥാന ഘടകം ഈ തരത്തിൽ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഈ അഫിഡവിറ്റ്, ആ ചട്ടങ്ങൾ ഉൾപ്പെടുന്ന ആ കത്ത്, അത് നേരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കുന്ന ഇമെയിലിനൊപ്പം അറ്റാച്ച് ചെയ്തപ്പോൾ സംഭവിച്ച പിഴവാണ്. അത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് തിരുത്തി എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇതിനെതിരെ ഗൗരവത്തോടെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കുറച്ചു കാലമായി പ്രതിപക്ഷം ദേശീയ തലത്തിൽ വലിയ തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. ലോക്സഭയിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒഴിവാക്കാൻ വേണ്ടി, സ്ഥാനഭ്രംശം ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം ലോക്സഭയിൽ പ്രമേയമടക്കം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ പോലും BJPയുടെ ഔദ്യോഗിക സീൽ പതിച്ചിരിക്കുന്നു. അത് വിവാദമാകുന്നതിന്റെ കാരണം ഇതാണ്. ഒരു സാധാരണ പിഴവ് ആണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം വരുമ്പോൾ പോലും അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസും ഇടത് പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം BJPയുടെ ചട്ടുകമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കത്തിലെ BJP സീലിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ, ദേശീയ തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPIM അടക്കമുള്ള ഇടത് പാർട്ടികൾ ശ്രമിക്കുന്നത്. 22-ാം തീയതി ഉച്ചയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഔദ്യോഗികമായി വന്ന ഇമെയിൽ സന്ദേശത്തിനൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ പതിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് CPM-ഉം കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കകം നടക്കാനിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പിഴവെന്ന് പോലും പറഞ്ഞാൽ പോരാ.